നാം ഓരോരുത്തരും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരായിരിക്കും. പള്ളി ഒരുപക്ഷെ വീടിൻ്റെ അടുത്തായിരുന്നാൽ പോലും പലരും ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ ഒരുപാട് അപാകതകൾ കാണിക്കുന്നവരായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, പള്ളിയിൽ പോയി നമസ്കരിച്ചാലുള്ള 5 നേട്ടങ്ങളെ സംബന്ധിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും നേട്ടങ്ങൾക്ക് തന്നെ അത് കാരണമാകുമെന്നാണ്. അതിൽ ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം, ഏതെങ്കിലും ഒരാൾ കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ ജീവിത വരുമാനങ്ങളിൽ ഒരിക്കലും അവന് ഞെരുക്കമുണ്ടാവുകയില്ല. എപ്പോഴും കുറച്ചു വരുമാനമേ ഉള്ളൂ എങ്കിൽ പോലും അള്ളാഹു അവൻ്റെ ചിലവുകളും അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ആ വരുമാനത്തിൽ അള്ളാഹു അവന് ഒതുക്കി കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ നേട്ടമെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ച് ഖബറാകുന്ന ലോകത്തിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഖബറിൽ കിടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കും എന്നുള്ളതാണ്. കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമെന്നാണ്. മൂന്നാമത്തെ നേട്ടം, നാളെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ വേഗത്തിൽ കടന്നു പോകാൻ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആടലോ ഉലയലോ ഒന്നുമില്ലാതെ വളരെ വേഗത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് അടുക്കുവാൻ പള്ളിയിൽ പോയി നമസ്കരിക്കൽ കൊണ്ട് അത് കാരണമാകുമെന്ന് പഠിപ്പിച്ചു തരികയാണ്. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല വലത് ഇടത് കരങ്ങളിൽ നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബുകളെ കൊടുക്കുമ്പോൾ വലത് കരങ്ങളിൽ കിതാബ് കിട്ടുന്നതിന് അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എല്ലാത്തിനും ഉപരിയായി അഞ്ചാമത്തെ ഏറ്റവും വലിയ നേട്ടം, കൃത്യമായി നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ 5 നേട്ടങ്ങൾ, ദുനിയാവിലെയും ആഖിറത്തിലെയും നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നാഥൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.